സോഷ്യൽ മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വെട്ടിച്ചിറയിലെ ദേശീയപാതയിൽ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം അധികൃതരെ നേരിട്ട് ബോധ്യപ്പെടുത്തി പരിഹാര നടപടികൾ നിർദ്ദേശിച്ചുകൊണ്ട് തിരൂർ എം.എൽ.എ. കുറുക്കോളി മൊയ്തീൻ രംഗത്തെത്തി. വാഹനാപകടത്തിന് പേര് കേട്ട വട്ടപ്പാറയേക്കാൾ മാരകമാകാൻ പോകുന്ന അപകട സാധ്യതയാണ് ചുങ്കം പാലത്തിനടിയിലെ യു-ടേൺ സംവിധാനമെന്ന് എം.എൽ.എ. പറഞ്ഞു. നാഷണൽ ഹൈവേ ഡെപ്യൂട്ടി തഹസിൽദാരെയും KNRCL പ്രതിനിധികളെയും നിലവിലെ റോഡിന്റെ അവസ്ഥ ബോധ്യപ്പെടുത്തി. ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കൺസൾട്ടന്റിനോട് അനിവാര്യമാണ്. ഈ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഭാഗത്താണ് ഏറ്റവും നല്ലത്. ബസ് പ്രൊവിൻസ് ആ ഭാഗം. ഇനി അതിനെന്തെങ്കിലും സാങ്കേതിക വിഷയം ഉണ്ടെങ്കിൽ പരിഗണിക്കേണ്ട സ്ഥലമാണ്. അവിടെ ആകുമ്പോൾ ഉയരും, അപ്പൊ ആ വെള്ളത്തിന്റെ ചാട്ടം കൂടുതൽ അതിന് തോന്നി കിട്ടും. പക്ഷേ വെള്ളത്തിന്റെ ചാട്ടം ഉണ്ടല്ലോ, അവിടുന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് അടിക്കൂലേ സാറേ? ഡ്രെയിനേജ് കൂടിയാണ്. അവിടെ വന്നിട്ട് അതുകൊണ്ട് ആ വെള്ളം ഒന്നിച്ചാണ് ചാടുമ്പോ അവിടെ കിണർ കുഴി ഭയങ്കര കുഴി മണ്ണ് പോകുന്നത്. ഈ ഭാഗം വരുമ്പോഴേ അവിടുന്ന് സർവീസോട് തന്നെ അവിടുന്ന് എന്നിട്ട് പിന്നെ പടാൻ അതിന് സുഖം തന്നെ. അവിടുന്ന് നേരിട്ട് അത് ഈ പ്രായോഗികമല്ലാത്ത ഈ ഡിസൈൻ എങ്ങനെ വന്നെന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. വട്ടപ്പാറ വളരെ ഡേഞ്ചറാണ്. വട്ടപ്പാറ പോകാൻ വീടുകളില്ലല്ലോ, വീടുകളില്ല. ഇപ്പൊ ഇപ്പൊ ഇവിടുന്ന് വരുന്ന ഒരാള് അവിടുന്ന് വരികയാണെങ്കിൽ ഇവിടെ വന്ന് തിരിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ തിരിഞ്ഞിട്ട് ഇതിൽ കൂടെ വരണം. എന്നിട്ട് വേണം ഇങ്ങോട്ട് ശരിക്കും ഇതും ഡിസൈൻ ഇല്ലാത്ത ഇതുവരെ കൺസ്ട്രക്ഷൻ ചെയ്തത് ഈ വർക്ക് ആർക്ക് വേണ്ടിട്ട് ഭയങ്കര എതിർപ്പുണ്ടാക്കി. എന്നിട്ട് അവർ ഈ യൂട്ടേൺ അങ്ങോട്ട് പോകണം. അതാണ് രസം. അവർ എത്ര സമയം പോകുന്നത് പിന്നെ നമ്മൾ ഈ രണ്ട് അവിടുത്തെ കാര്യങ്ങൾ പറയാം. മേജർ കാര്യം ഇഷ്യൂ ഇതാണ്. ഇത് പറയാം. ഇത് പറഞ്ഞിട്ട് പിന്നെ ഇതൊരു ഏകദേശം 300 മീറ്ററിൽ പിന്നെ റൈറ്റ് സൈഡിൽ അവിടെ ഞങ്ങൾ പറഞ്ഞത് റൈറ്റ് സൈഡിൽ സർവീസ് അവിടെ വീടുകളുണ്ടെന്ന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. വെള്ളത്തിന്റെ ഒഴുക്കിന് പുഴയിലിട്ടിട്ട് താഴ്ത്തി കിടക്കണം. പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറിമാരായ MK ഖാലിദ്, അഷ്റഫ് വെട്ടിക്കാട്ട്, വാർഡ് മെമ്പർ MK കുഞ്ഞിമുഹമ്മദ് എന്നിവരും MLA-കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, സോഷ്യൽ മീഡിയ ചാനൽ.